നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ കടുകും കൂടെ പൊട്ടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കടുക് കൂടെ ചേർക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സവാളയാണ്. നമുക്ക് സവാള കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ നമ്മളൊരു 4 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളൊരു 4 കഷ്ണം പുളി കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പുളിയൊന്ന് അതിൽ കിടന്നൊന്ന് ഇറങ്ങണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒന്ന് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നമ്മൾ ഇതൊന്ന് വെള്ളം നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തന്നെ വരണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ തിളയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആ മീനിൽ ഉപ്പും പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുവാണ്. കുറച്ച് പച്ചവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് തന്നെ എല്ലാവരും ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകിട്ട വങ്കടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.